നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ 5ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്? എൻ്റെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൂടിയുണ്ട്. ഒരിക്കലും വെളുത്തു, നിറം കൂടിയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ ഈ സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്കിൻ ഒന്ന് ഹെൽത്തി ആവാനും സോഫ്റ്റ് ആവാനും ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാ മാറ്റം എന്നുള്ളത് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു റിലാക്സേഷൻ കൊടുക്കുകയാണ്. നമ്മൾ നല്ലോണം ഫേസിനെ മസാജ് ചെയ്യാൻ പോവാണ് ഇന്ന്. അതും അലോവേര ജെൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ അത് സഹായിക്കും. അതുപോലെ നല്ലോണം സ്കിന്ന് ക്ലിയർ ആവാനൊക്കെ സഹായിക്കും. പിന്നെ നിങ്ങളുടെ വീട്ടില് കറ്റാർവാഴയുടെ ചെടി ഉണ്ടെങ്കിൽ അതിന്റെ ജെൽ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഇപ്പൊ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ അലോവേര ജെൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ജെൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ ചാലഞ്ചിന്റെ ഭാഗമായിട്ടാണ് 5ാം ദിവസം ചെയ്യുന്നത്. പക്ഷെ ഇതല്ലാതെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്താം കേട്ടോ. ഡെയിലി മോർണിംഗ് ഇതുപോലെ അലോവേര ജെൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സ്കിന്ന് നല്ലോണം ക്ലിയർ ആവാനും സഹായിക്കും. അതുപോലെ തന്നെ ചൊറിച്ചിലും എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും. പിന്നെ ഓയിൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ അലോവേര ജെല്ലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും രാവിലെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. കാരണം എല്ലാവർക്കും രാവിലെ ചെയ്യാൻ സമയം കാണില്ല, രാത്രി ചെയ്താലും മതി. പക്ഷെ ചെയ്യുമ്പോൾ നല്ലോണം ഇതുപോലെ മസാജ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടുകയും ചെയ്യും, ഒരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനേക്കാളും മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. പിന്നെ നമ്മുടെ മുഖം മസാജ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ 2 കൈകളും നന്നായിട്ട് കഴുകിയിരിക്കണം. അപ്പോൾ ഇതുപോലെ കവിളിൽ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. പുറത്തേക്ക് വരുന്ന ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വളരെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീല് അറിയാൻ പറ്റും, ആ ഒരു സുഖം. അപ്പോൾ ഇതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വളരെ പതുക്കെ മസാജ് ചെയ്യുക. എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ച് മസാജ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് മസാജ് ചെയ്യുന്നത്. ഇങ്ങനെ നെറ്റിയിൽ, കണ്ണിന് ചുറ്റും, മൂക്കിന്, കവിളിന്, അതുപോലെ ജോ ലൈൻ, കഴുത്ത്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ണിന് ചുറ്റും ക്ലോക്ക് വൈസ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ണിന് ചുറ്റും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. പിന്നെ പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും, ഡാർക്ക് സർക്കിൾസ് മാറിക്കിട്ടും. കണ്ണിന് ചുറ്റും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നല്ലൊരു എക്സസൈസാണ്. ശരിക്കും കണ്ണിനും ഒരു റെസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാൻ വളരെ നല്ലതാണ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ വയസ്സാകുമ്പോഴൊക്കെ ഏജ് കൂടുന്തോറും ഇങ്ങനെ തൂങ്ങി വരും സ്കിന്ന്, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ. ഓരോ മസാജിങ്ങും നിങ്ങൾ ഒരു 8-10 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി. അതായത് നെറ്റിയിൽ ചെയ്യുമ്പോൾ ഒരു 8 തവണ, കവിളിൽ ചെയ്യുമ്പം ഒരു 8 തവണ, അങ്ങനെ ഒരു 8-10 അത്ര മതി. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും പാടുകൾ മാറാനൊക്കെ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ വെക്കാം, എന്നിട്ട് കഴുകിക്കളയാം. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലാക്സേഷൻ. എന്തെങ്കിലും ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്ത്, നിങ്ങളുടെ മൂഡൊന്നും ശരിയില്ലാത്ത സമയത്ത് ഇതുപോലെ ഫേഷ്യൽ മസാജ് ചെയ്ത് നോക്കൂ. നല്ലൊരു റിലാക്സേഷൻ കിട്ടും നിങ്ങൾക്ക്. റിലാക്സേഷൻ മാത്രമല്ല, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സഹായിക്കും. അതുവഴി നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ കൂടുകയും ചെയ്യും. പിന്നെ ചുളിവുകൾ മാറാനും നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു ഫ്രഷ് യങ് ലുക്ക് കൊടുക്കാനും ഈ ഒരു ഫേഷ്യൽ മസാജ് വഴി നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ മുഖം കഴുകി വന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ട്, പിന്നെ നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്, നിങ്ങൾക്ക് ഡ്രൈനെസ് തോന്നുമെങ്കിൽ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ 5ാമത്തെ ദിവസത്തെ പരിപാടി. അലോവേര ജെൽ ഉപയോഗിച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക നമ്മുടെ സ്കിന്നിന്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരു റിലാക്സേഷൻ കൊടുക്കുകയാണ് ഇന്നത്തെ ദിവസം. ഇനി അത് രാത്രി CTM ചെയ്യുക ഉറങ്ങുന്നതിന് മുന്നേ. അപ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നിങ്ങൾ രാത്രിയാണ് ഇതുപോലെ അലോവേര ജെൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് കിടക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് 6ാമത്തെ ദിവസത്തെ ചാലഞ്ചായിട്ട് കാണാം.